ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സത്യത്തിൽ ഗൈസ്, കുറച്ച് പേഴ്സണൽ ഇഷ്യൂ കാരണമാണ് ഇത്ര ദിവസം വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഓക്കെ ആയത്. അതുകൊണ്ട് ഐ എം സോറി ഫോർ ദാറ്റ്. മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ സപ്പോർട്ടിന്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഇനിയും ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ സഹായം ഉണ്ടായേ തീരൂ. അതുകൊണ്ട് വൺ പീസ് ഫാൻസ് എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമുവിനെ പറ്റിയാണ്. ഞാനിതിൽ കുറച്ച് തിയറികൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വൺ പീസിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആരാണ് ഇമു എന്നത്. സത്യം പറഞ്ഞ ഏകദേശം 20 വർഷങ്ങൾ പിന്നിട്ടിട്ടും കഥയുടെയോ അതിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെയോ സ്റ്റോറി ലൈനിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇതിന്റെ സത്യം. എങ്കിലും വൺ പീസിന്റെ തന്നെ ക്രിയേറ്ററായ എയ്ച്ചിറോ ഓഡ സത്യത്തിൽ എങ്ങനെയാവും ഈ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നും എന്താണ് ഈ ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറി എന്നെല്ലാം അറിയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എനിവേ, വേൾഡ് ഗവൺമെന്റിന്റെ യഥാർത്ഥ ഭരണാധികാരിയായ ഇമു 5 എൽഡേഴ്സ്, സെലസ്റ്റിയൽ ഡ്രാഗൺസ് തുടങ്ങി ഹോൾ വേൾഡിനെയും റൂൾ ചെയ്യുന്ന എന്നാൽ ആരും അറിയാത്ത ഒരേ ഒരു രാജാവായി 800 വർഷങ്ങൾ തൊട്ട് പുതിയ നീക്കയുടെ ഈ എറ വരെ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എങ്ങനെയാണ് ഇയാൾ ഇത്രകാലം ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, ഇമ്മോർട്ടാലിറ്റി. 800 വർഷങ്ങൾക്ക് മുമ്പ് ജോയ് ബോയെ ബെട്രേ ചെയ്ത ഈ ക്യാരക്ടർ ഇപ്പോൾ കാണുന്ന ഈ ശരീരത്തിലേക്ക് എങ്ങനെ കയറിക്കൂടി എന്നുള്ളതും നിഗൂഢതയാണ്. അതുമാത്രമല്ലാതെ 5 എൽഡേഴ്സ് തുടങ്ങി 20 കിങ്ഡത്തെയും ജോയ് ബോയ്ക്കെതിരായി തിരിക്കണമെങ്കിൽ ട്രെമൻഡസ് ആയിട്ടുള്ള പവർ വീൽഡ് ചെയ്യുന്ന ഒരാളായിരിക്കുകയും വേണം. എന്നാൽ ഫസ്റ്റ് വേൾഡിന് ശേഷം സെക്കൻഡ് വേൾഡിലാണ് ഇമു എന്ന ഈ ക്യാരക്ടറിന്റെ ഒറിജിൻ തന്നെ തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള പല കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻസ് തന്നെ കഥയിലുണ്ട്. സത്യത്തിൽ ഈ ഇമു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ രീതി കാണുമ്പോൾ എനിക്ക് മറ്റൊരു ക്യാരക്ടറിനെയാണ് ഓർമ്മ വരിക, ബ്ലാക്ക് സെറ്റ്സുനെ. എനിവേ, ഇനി നമുക്ക് കുറച്ച് തിയറീസ് നോക്കാം. ഒന്നാണ് സീ ഡെവിൾ. ഈ ഒരു കാര്യം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ്. എങ്കിലും ഇമുവിനെ എന്തുകൊണ്ട് സീ ഡെവിൾ എന്ന് വിളിക്കുവാൻ കാരണമെന്നാൽ ഒന്ന് ഇമു എന്ന ഈ പേര് തന്നെയാണ്. കാരണം ഇമു എന്നതിനെ തിരിച്ചെഴുതിയാൽ ഉമി എന്നാണ് വിളിക്കപ്പെടുന്നത്. ഉമി എന്നാൽ സീ എന്നാണ്, അഥവാ കടൽ എന്നാണ് അർത്ഥം. കൂടാതെ സെർപ്പന്റ് ഓഫ് ഹെൽഫെയർ എന്ന ജയന്റ് സ്നേക്കിനെ കൺട്രോൾ ചെയ്യണമെങ്കിലും എല്ലാ ഡെവിൾ ഫ്രൂട്ടിന്റെയും വീക്ക്നെസ്സും കൂടാതെ ഏതൊരു പവർഫുൾ വ്യക്തിയെയും ഡോമി റിവേഴ്സ് എന്ന ഭീകരമായ ശക്തിയിലൂടെ വീഴ്ത്തണമെങ്കിലും ഒരു സ്ട്രോങ് ഡെവിളിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിനാൽ തന്നെയാണ് ഈ സംശയം നിലനിൽക്കുന്നത്. കൂടാതെ റെഡ് ലൈനിൽ നിന്നും 800 വർഷങ്ങൾക്ക് ശേഷം ഇമു സർഫസ് വേൾഡിലേക്ക് വരാതിരിക്കുന്നതും ഒരുപക്ഷെ ഈ പറഞ്ഞ ചില കാരണങ്ങൾ കൊണ്ടാവാം. ഇനി രണ്ടാമതായി പറയപ്പെടുന്ന തിയറിയാണ് ഇമ്മോർട്ടൽ ശരീരത്തിനായി വേണ്ടി ഇമു തിരഞ്ഞെടുത്ത വെസൽ. നമുക്കറിയാം ഇമുവിനെ സത്യത്തിൽ ഒരു നാച്ചുറൽ ബോഡി ഇല്ല എന്നുള്ളത്. പകരം മറ്റൊരാളുടെ ശരീരത്തെ തന്റെ ഇമ്മോർട്ടൽ ബോഡിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. നെഫെറ്റാരിഡി ഫാമിലിയിലുള്ള ആദ്യത്തെ രാജ്ഞിയായിരുന്ന ലില്ലിയുടേതാണ് ഇപ്പം ഇമു യൂസ് ചെയ്തിരിക്കുന്ന ശരീരം എന്ന് പറയപ്പെടുന്നു. എന്നാൽ മറ്റൊരു തിയറി എന്താണെന്നാൽ 800 വർഷങ്ങൾക്ക് മുമ്പ് 20 കിങ്ഡത്തിനെതിരായി പോരാടിയ ആ വേൾഡിന്റെ വാരിയർ ഓഫ് ലിബറേഷനായി മാറിയ ലെജൻഡറി പൈററ്റ് ഏൻഷ്യൻ കിങ്ഡത്തിന്റെ രാജാവായിരുന്ന ജോയ് ബോയുടെ ശരീരമാണ് എന്നും പറയപ്പെടുന്നു. അതിനാലാണ് ഹീറ്റോ നോമി ഇമുവിന്റെ കൈകളിലേക്ക് എത്താത്തതെന്നും പറയപ്പെടുന്നു. ഇനി മൂന്നാമത്തേതാണ് ഫെയ്റ്റ് മാനിപ്പുലേറ്റർ. ഈ ഒരു തിയറി വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം ഇതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇമു എന്നത് വിധി തിരുത്തി എഴുതുന്ന ഒരു എഴുത്തുകാരനെ പോലെയാണെന്നും എന്നാൽ തനിക്ക് തിരുത്താൻ സാധിക്കാത്ത വിധി നീക്കയുടെ മാത്രമാണ് എന്നും. ഇത് നമുക്കറിയാം എന്തുകൊണ്ടാണ് നീക്കയുടെ തിരുത്തി എഴുതാൻ സാധിക്കാത്തത് എന്നുള്ളത്. ഇനി നാലാമത്തെ തിയറിയാണ് 4 ബ്രിഡ്ജസ് എന്നത്. നമുക്കറിയാം ഇമു 700 വർഷങ്ങൾ കൊണ്ട് 4 ബ്രിഡ്ജസുകൾ തലമുറകളായി പണി കഴിപ്പിക്കുന്നുണ്ട്. അതിൽ 3 എണ്ണം പൂർത്തിയായെങ്കിലും 4മത്തേത് ഇനിയും പൂർത്തിയായിട്ടില്ല. ഓൾ ബ്ലൂവിനെ കണക്ട് ചെയ്യുന്ന ഈ പാലം ഇമുവിന്റെ പവേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വെസലായിട്ടാണ് പറയുന്നത്. ഈ പാലം നമ്മൾ കാണുന്നത് റോബിനെ കൂമ രക്ഷപ്പെടാൻ വേണ്ടി അയക്കുന്നതിലൂടെയാണ്. ഈ ഒരു 4 ബ്രിഡ്ജസ് മരീ ജോയ്സുമായി കണക്ട് ആകുന്നതിലൂടെ ഇമുവിന്റെ പ്ലാൻ നടപ്പാക്കുകയും അതായത് വേൾഡിനെ സിങ്ക് ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തിയാകുന്നതിലൂടെ ഒരു വലിയ കെയോസിന് തന്നെയാണ് ഇമു തുടക്കം കുറിക്കുവാൻ പോകുന്നത്. ഇനി 5മത്തെ തിയറിയാണ് ഫോറസ്റ്റ് ഗോഡ്. സെക്കൻഡ് വേൾഡിൽ ഫോറസ്റ്റ് ഗോഡാണ് ഡെവിൾസിനെ ക്രിയേറ്റ് ചെയ്തെന്നും അതിലൂടെ ധാരാളം ഡെവിൾസ് ക്രിയേറ്റ് ആയി എന്നും പറയപ്പെടുന്നു. എന്നാൽ ചില തിയറികൾ പറയുന്നതനുസരിച്ച് എൽബാഫിലെ ട്രഷർ ട്രീ ആയ ആദം അഥവാ സൺ ട്രീ എന്നതാണ് ഡെവിൾ ഫ്രൂട്ട് ബിലോങ് ചെയ്യുന്ന ട്രീ എന്നും എന്നാൽ ഈ മരത്തിന്റെ പ്രത്യേകതകളല്ല ഡെവിൾ ഫ്രൂട്ടിനുള്ളതെന്നും പകരം ഇമുവിന്റെ ചേംബറിൽ കാണപ്പെടുന്ന ആദം മരത്തിനോട് സാമ്യമുള്ളതായി പറയപ്പെടുന്ന മരമാണ് ഡെവിൾ ഫ്രൂട്ട് ക്രിയേറ്റ് ആവുന്ന ട്രീ എന്നും പറയപ്പെടുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് മരീ ജോയ്സിന് വെളിയിലേക്ക് ഇമു വരാത്തതെന്നും മറ്റൊരു തിയറി പറയപ്പെടുന്നുണ്ട്. ഇനി അവസാനത്തെ തിയറിയാണ് നീക്കയുമായിട്ടുള്ള ഇമുവിന്റെ ബന്ധം. ഫസ്റ്റ് വേൾഡിൽ നാഗരിക സമൂഹത്തിന്റെ ചൂഷണം പ്രകൃതിയോടും മനുഷ്യനോടും തുടർന്നപ്പോൾ അടിമകളായി ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്നും അഥവാ അവരുടെ ആഗ്രഹത്തിൽ നിന്നും പിറവികൊണ്ട ഒരു ശക്തിയാണ് നീക്ക എന്നത്. സൂര്യന്റെ ശക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇത്രനാൾ അടിമകളായിരുന്നവർക്ക്
സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ അന്ന് നീക്കയെ നേരിടാതെ ഇരുട്ടിനുള്ളിൽ പതുങ്ങിയ വില്ലൻ പിന്നീട് ജോയിബോയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ ബിട്രൈ ചെയ്തുകൊണ്ട് വീണ്ടും ആ വേൾഡിനെ കോൺകർ ചെയ്യുന്നത്. ജാപ്പനീസിൽ സൺ ആൻഡ് മൂൺ എന്നത് നല്ലതിനെയും ചീത്തയുമാണ് കണക്കാക്കാറുള്ളത്. ഒരുപക്ഷെ നറൂട്ടോയിൽ നമ്മൾ കണ്ട ഇന്ദ്രനും അസുര പോലെ ഒരു ക്യാരക്ടർ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. കാരണം ഡെവിൾ ഫ്രൂട്ട് ക്രിയേറ്റ് ചെയ്ത ഇമുവിന് തന്റെ ക്രിയേഷനിൽ ഇല്ലാതെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സൺഗോഡ് തന്നെയാണ് ഈ ഹീറ്റോ നോമിയെ ക്രിയേറ്റ് ചെയ്തതെന്നും ഈ കാരണം കൊണ്ടാണ് കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇമുവിന് നീക്കയെ തന്റെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കാത്തതെന്നും പറയപ്പെടുന്നു. ഒരുപക്ഷെ ഇമുവും നീക്കയും തമ്മിൽ സഹോദരന്മാരാകാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ്. ഈ ഒരു കാരണം കൊണ്ടാകും സഹോദരന്മാർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾക്ക് തുടക്കവും. എനിവേ, നിങ്ങളുടെ തോട്ട്സും തിയറീസ് എന്താണൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ഗൈസ്, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.